ഇന്ന് പമ്പയിൽ അയ്യപ്പസ്വാമിക്ക് ആറാട്ട് രാവിലെ 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് പുറപ്പെടും. ആറാട്ടിന് ശേഷം 11 മണിക്ക് നടക്കുന്ന ആറാട്ടിന് ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4-ന് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിക്കും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്നതോടെ ഭഗവാന്റെ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. മിഥുൻ മുരളിയാണ് സന്നിധാനത്തുള്ളത്. മിഥുൻ, വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ഒരുപക്ഷെ ഈ ആറാട്ട് നേരിട്ട് കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ, അപ്പോൾ സാധാരണ ശബരിമലയിൽ ഉണ്ടാകാവുന്ന പൂജകളിലുമൊക്കെ വ്യത്യാസം ഉണ്ടായേക്കാം. എങ്ങനെയാണ് ഇന്നത്തെ ദിവസം? വീണ, സ്വാമി ശരണം. തിരുവുത്സവ പ്രഭയിൽ ആ ചൈതന്യത്തിലാണ് സന്നിധാനം. കഴിഞ്ഞ 10 ദിവസമായി ഏറ്റവും വിശിഷ്ടമായ ചടങ്ങുകളോടെ ഭഗവാന്റെ പൈങ്കുനി ഉത്രം ഉത്സവം നടന്നു വരുന്നു. ഇന്ന് പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ഭഗവാന്റെ ആറാട്ട് രാവിലെ 11 മണിക്ക് പമ്പയിൽ നടക്കും. ഇന്നലെ പള്ളിവേട്ട ദർശിച്ച് നിർവൃത്തിയോടെ ഭക്തജനങ്ങൾ സാക്ഷ്യം വഹിച്ചപ്പോൾ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തിയ കാഴ്ചയാണ് കണ്ടത്. പള്ളിവേട്ട കഴിഞ്ഞ് അശുദ്ധിയായി എന്ന സങ്കല്പത്താൽ ഇന്നലെ രാത്രി ശ്രീകോവിലിന് പുറത്താണ് ഭഗവാൻ പള്ളി ഇറങ്ങിയത്. രാവിലെ 5 മണിക്ക് ആ ശുദ്ധി വരുത്തി ശ്രീകോവിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ച് പൂജകൾ തുടങ്ങി. രാവിലെ 6 മണി മുതൽ 7:30 വരെയാണ് ഇന്ന് നെയ്യഭിഷേകം ഉള്ളത്. 7:30-ക്ക് ഉഷപൂജ, 8:30-യോടുകൂടി ആറാട്ട് ബലി ആരംഭിക്കും. 8:30-ക്ക് ആറാട്ട് ബലിക്ക് ശേഷം 9 മണിയോടെ ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പുറപ്പെടും. ശരംകുത്തി, മരക്കുട്ടം, ശബരിപീഠം, നീലിമല, അപ്പാച്ചിമേട് വഴി രാവിലെ 10:30-യോടുകൂടി ഘോഷയാത്ര പമ്പയിലെത്തും. പമ്പയിൽ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി ആനപ്പുറത്ത് നിന്നും ഭഗവാന്റെ തിടമ്പ് ഏറ്റുവാങ്ങി പമ്പാ നദിയിലേക്ക് പുണ്യസ്നാനം നടക്കുന്ന പമ്പാ നദിയിലേക്ക് ഭഗവാനെ എഴുന്നള്ളിക്കും. തന്ത്രി കണ്ഠര രാജീവര്, തന്ത്രി കണ്ഠര ബ്രഹ്മദത്തൻ, ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് രാവിലെ 11 മണിക്ക് അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കണ്ട് നിർവൃതി നേടുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങളായിരിക്കും പമ്പയുടെ തീരത്ത് ഭഗവാന്റെ ആ പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുക. വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ആറാട്ടിന് ശേഷം എഴുന്നള്ളിച്ചിരുത്തും. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരികെ മടങ്ങും. ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ 10 ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കൊടിയിറങ്ങും. രാത്രി 10 മണിക്ക് ഇന്ന് പതിവ് പോലെ ഹരിവരാസനം പാടി നടയടയ്ക്കും. വെളിനെല്ലൂർ മണികണ്ഠൻ എന്ന ആനയുടെ പുറത്താണ് ഇന്ന് ഘോഷയാത്രയിൽ ആറാട്ടായി ഭഗവാൻ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് എത്തുക. രാവിലെ 11 മണിയോടുകൂടി നടക്കുന്ന ആ ആറാട്ട് ഘോഷയാത്ര ഏറ്റവും നിർവൃത്തിയോടുകൂടി ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷം. ശബരിമല ഭഗവാന്റെ അയ്യപ്പസ്വാമിയുടെ ആ പുണ്യമായിട്ടുള്ള ആറാട്ട് കണ്ട് നിർവൃത്തി നേടുന്നതിന് വേണ്ടി പമ്പയിൽ വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ മുതലേ 10-ാം തീയതിക്ക് ശേഷം തിരക്ക് ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലായിരുന്നു ദേവസ്വം ബോർഡിനുണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ ഇന്നലെ മുതൽ തിരക്കിനുള്ള സൂചനകൾ കണ്ടു തുടങ്ങി. ഇന്ന് വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെയാണ് ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ നട തുറന്ന് ഈ 10 ദിവസത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് ഇന്നലെയാണ്. ഇന്നും സമാനമായി തന്നെ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ നേരിട്ടുള്ള കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി ഭക്തജനങ്ങളെ കയറ്റിവിടുകയായിരുന്നുവെങ്കിൽ ഇന്നലെ മുതൽ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഒട്ടനവധി ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. നടപ്പന്തലിലും ഫ്ലൈ ഓവറും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറയുന്ന കാഴ്ചയാണ്. മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് മണിയോടുകൂടി ഭഗവാൻ പമ്പയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളുകയാണ്. അപ്പോൾ ഭക്തർക്കുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? വീണ, രാവിലെ 6 മണി മുതലാണ് ഇന്ന് ദർശനം ആരംഭിച്ചത്. 5 മണിക്ക് ശുദ്ധി വരുത്തി ഭഗവാനെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു. 6 മണി മുതൽ ദർശനം ആരംഭിച്ചു. 8:30 വരെ ദർശനമുണ്ട്. 8:30-ക്ക് ആറാട്ട് ബലി തുടങ്ങും. ആ ചടങ്ങുകൾക്ക് വേണ്ടി പിന്നീട് ദർശനം ഉണ്ടാവുകയില്ല. ഭഗവാനെ ആറാട്ട് ബലിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കും. 9 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. പിന്നീട് തിരികെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. അത് രാത്രി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തി ആറാട്ട് സംബന്ധമായിട്ടുള്ള കൊടിയിറങ്ങൽ ചടങ്ങുകൾക്ക് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി 10 ദിവസത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങിയതിന് ശേഷം ഭഗവാനെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് ഇരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും പിന്നീട് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യം ഉണ്ടാവുക. അത് 10 മണിയോട് അടുക്കുന്ന സമയത്തായിരിക്കും. രാത്രി 10 മണിയോട് അടുക്കുന്ന സമയത്തും ഒപ്പം ഹരിവരാസനം പാടുന്ന സമയത്തും മാത്രമാണ് ഇന്ന് ഭക്തജനങ്ങൾക്ക് രാത്രി ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. രാവിലെയും സമാനമാണ്. 8 മണിക്ക് മുൻപായിട്ട് ദർശനം ക്രമീകരിക്കും. 8:30-യോടുകൂടി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആറാട്ട് ബലിയടക്കമുള്ള ചടങ്ങുകൾ ഉണ്ട് 8:30-യോടുകൂടി. അതുകൊണ്ട് തന്നെ രാവിലെ 8:30 വരെയും നിൽക്കുന്ന ഭക്തജനങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പമ്പയിൽ നിന്ന് ഭക്തരെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഈ ആളുകൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഭക്തർ ഒരുപക്ഷേ ഈ ആറാട്ടിനൊപ്പം, ഈ ആറാട്ട് എഴുന്നള്ളിപ്പിനൊപ്പം പമ്പയിലേക്ക് പോവുകയും തിരിച്ച് ആറാട്ട് കഴിഞ്ഞ് സന്നിധാനത്തേക്ക് വരികയും ചെയ്യുമ്പോഴൊക്കെ അനുഗമിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ? വീണ, അനുഗമിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ പരിമിതിയുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഭക്തജനങ്ങൾക്ക് ആറാട്ടിനൊപ്പം പമ്പയിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. പമ്പയിൽ നിന്നും ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിനും നിയന്ത്രണമുണ്ട്. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മടങ്ങിയതിനു ശേഷമാണ് ഭക്തജനങ്ങളെ നിയന്ത്രണത്തോടു കൂടി സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഈ ഭക്തജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഫ്ലൈ ഓവറാണ്. നേരത്തെ ഫ്ലൈ ഓവർ ഉപയോഗിക്കാതെ നേരിട്ടുള്ള ദർശന സംവിധാനം ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിച്ചപ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ നിറഞ്ഞു നിൽക്കുകയാണ്. ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നമ്മൾ ശബരിമലയിൽ നിന്നും കാണുന്ന സമാനമായ ഭക്തജന പ്രവാഹമാണ്. ഭക്തജനങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുന്ന കാഴ്ച കാണാം. 7:30യോടുകൂടി ഉഷപൂജ തുടങ്ങും. ഉഷപൂജയുടെ സമയത്ത് നടയടയ്ക്കും. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. 8:30യോടുകൂടി ഭക്തജനങ്ങളെ, ഇപ്പോൾ ദർശനം ലഭിക്കാത്ത ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിൽ നിന്നും മാറ്റും. പിന്നീട് ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഭഗവാൻ തിരിച്ച് എത്തുന്ന സമയം വരെയും ഭക്തജനങ്ങൾക്ക്, ദർശനം ലഭിക്കാത്ത ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ഭക്തജന തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. നടപ്പന്തലിലും ഭക്തജന തിരക്കുണ്ട്. സമാനമായ കാഴ്ചയാണ് നടപ്പന്തലിലും കാണാൻ കഴിയുന്നത്. ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം. ഇനി അത് ആറാട്ടിന് ശേഷം തിരികെ പമ്പയിൽ നിന്നും കയറി വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യം സന്നിധാനത്ത് ഉണ്ടാകും. നിയന്ത്രണ വിധേയമായി ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിൽ നിന്നും, നടപ്പന്തലിൽ നിന്നും ഫ്ലൈ ഓവറിലേക്കും പിന്നീട് ദർശനത്തിനുമൊക്കെ ക്രമീകരണം ഒരുക്കുന്നത് ആ തരത്തിൽ തന്നെയാകും. എന്തായാലും പമ്പയിൽ നിന്നും ആറാട്ട് ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മുഴുവൻ ഭക്തജനങ്ങൾക്കും ഘോഷയാത്രയോടൊപ്പം പോകുന്നതിനുള്ള ക്രമീകരണം ഇല്ല. എന്തായാലും ഇങ്ങനെ നിയന്ത്രണങ്ങളോട് കൂടിയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്ത് ദർശനത്തിന് ക്രമീകരണം ഒരുക്കുക. ഇപ്പോൾ ഇതൊരു സൂചന മാത്രം. ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കും. കാരണം എല്ലാ വർഷവും വിഷു കാലത്താണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കും സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം മിഥുൻ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഭക്തജന തിരക്ക് വളരെ കുറവാണ്, പക്ഷെ 10-ാം തീയതി കഴിഞ്ഞാൽ അത് ഏറുമെന്ന്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. ഈ തിരക്ക് അങ്ങോട്ട് കൂടുകയുള്ളൂ. വിഷുക്കണി ദർശനമൊക്കെ വളരെ പ്രാധാന്യത്തോടെ ഭക്തർ കാണുന്ന ഒന്നുമാണ്.